ഹലോ ഫ്രണ്ട്സ്, ഞാൻ സൈസ് ചെയ്യുന്നപ്പോൾ പുതുത്തമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് വയർലെസ് മൈക്കിൻ്റെ അൺബോക്സിംഗ് ആയിട്ടാണ്. ഇത്ര നാളെ നിങ്ങൾക്ക് നോക്കിയാണെങ്കിൽ ഞാൻ യൂസ് ചെയ്തിരുന്ന ഈ ഒരു മൈക്കാണ്, അതായത് വയേർഡ് മൈക്കാണ്, ബോയയുടെ BY-M1 എന്ന് പറഞ്ഞ മൈക്കാണ്. അപ്പോൾ അത് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള മൈക്കാണ്. അപ്പോൾ അത് വയേർഡാണ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് വയർലെസ് മൈക്കാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 500 രൂപയാണ് ഈ ഒരു വയർലെസ് മൈക്കിൻ്റെ പ്രൈസ്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഇന്ന് അൺബോക്സിങ്ങും പിന്നെ അതുപോലെ തന്നെ ചെറിയ അതിൻ്റെ സൗണ്ട് ടെസ്റ്റും റിവ്യൂ ഒക്കെ നമ്മളിന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ കിടക്കുന്ന ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അതിന് നോട്ടിഫിക്കേഷൻ എവിടെ നമുക്ക് വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു പാക്കിലാണ് നമ്മുടെ വയർലെസ് മൈക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു പ്ലാസ്റ്റിക് അതുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി പൊട്ടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് ശേഷം ഇതുപോലെയാണ് നമ്മുടെ വയർലെസ് മൈക്ക് വരുന്നത്. K8 വയർലെസ് മൈക്ക് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് അൺബോക്സ് ചെയ്തൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ വയർലെസ് മൈക്കിൻ്റെ പാക്കിങ് വരുന്നത്. K8 വയർലെസ് മൈക്ക് എന്ന് അതിൻ്റെ പിന്നെ മൈക്കിൻ്റെ കുറച്ച് പടങ്ങളും പിന്നെ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ഉൾഭാഗം വരുന്നത്. അപ്പോൾ ഉള്ളിൽ ടാങ്ക് യു നമ്മൾ ഈ വാങ്ങിച്ചതിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിനുശേഷം ഇതാണ് അതിൻ്റെ ഉൾഭാഗം. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഉള്ളിൽ നോക്കിയാണ് നമ്മുടെ മൈക്ക് ഇവിടെ ഇരിക്കുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ റിസീവറും പിന്നെ അതേപോലെ തന്നെ ഇത് ഐഫോണിൽ കണക്ട് ചെയ്യാനുള്ള കണക്ടറാണുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്ക് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് കോളറിൽ കണക്ട് ചെയ്യാനുള്ള ഒരു കണക്ടർ ഉണ്ട് ഇതിൻ്റെ ബാക്കിലുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഓൺ ആക്കാനുള്ള സ്വിച്ചും പിന്നെ അതേപോലെ തന്നെ മുകളിലൊരു വിൻഷീൽഡാണ് നമുക്ക് ഈ ഒരു മൈക്കിൽ കാണാനുള്ളത്. പിന്നെ നമുക്കുള്ളത് ഈ ഒരു കണക്ടറാണ്. ഇതൊന്ന് Type-C കണക്റ്റാണ്. അപ്പോൾ നമുക്ക് മൊബൈൽ ഡയറക്റ്റായിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ കണക്ഷനൊക്കെ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. പിന്നെ അതേപോലെ തന്നെ ഇതിലുള്ളത് ഈ ബോക്സിൽ നമുക്ക് ഇതിൻ്റെ ചാർജറും പിന്നെ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഐഫോണിൽ കണക്ട് ചെയ്യാനുള്ള ഈ ഒരു സംഭവമുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചാർജർ വരുന്നത് ഈ ഒരു അടിഭാഗത്തായിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ചാർജർ ഒന്ന് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചാർജർ വരുന്നത്. Type-C to Type-A ആണ് നമ്മുടെ ചാർജർ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ചാർജറും കൂടിയാണ് ഈ ഒരു ബോക്സിലുള്ളത്. അപ്പോൾ അത്രയും സംഭവങ്ങളാണ് ഈ ബോക്സിലുള്ളത്. അപ്പോൾ ഇനി ഈ മൈക്ക് എങ്ങനെ കണക്ട് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നൊക്കെ നമ്മളിന്ന് ഔട്ട്ഡോർ ഇൻഡോറൊക്കെ ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേട്ടോണ്ടെങ്കിൽ മൊബൈലിൽ ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്ന വീഡിയോയുടെ സൗണ്ടാണ്. അതായത് ഞാൻ ഒറ്റ മൈക്കുകൾ കണക്ട് ചെയ്തിട്ടില്ല. ഞാൻ മൊബൈലിൽ ഡയറക്റ്റ് ആയിട്ട് വീഡിയോ എടുക്കുമ്പോൾ മൊബൈലിൽ തന്നെ റെക്കോർഡ് ആവുന്ന സൗണ്ട് ക്വാളിറ്റിയാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അതിന് ശേഷം നമുക്ക് നമ്മുടെ മൈക്ക് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ മൈക്ക് കണക്ട് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ റിസീവർ നമ്മുടെ മൊബൈലിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ജസ്റ്റ് ഇവിടെ ഒരു ഓൺ ആക്കാനുള്ള ചെറിയ ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ഒന്ന് അമർത്തി പിടിച്ചാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ആവും. നമുക്ക് ബ്ലൂടൂത്ത് അങ്ങനെ സാധനങ്ങളൊന്നും ആവശ്യമില്ല. ഈ ഒരു ബട്ടൺ ജസ്റ്റ് അമർത്തി പിടിച്ചാൽ അവിടെ ഒരു പച്ച ലൈറ്റ് കത്തും. അപ്പോൾ നമുക്കത് കണക്ട് ആയി മനസ്സിലാവും. അപ്പോൾ അത്ര ഈസിയാണ് നമുക്ക് ഈ മൈക്ക് കണക്ട് ചെയ്യാൻ. അപ്പോൾ ഇനി കണക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നമുക്ക് എങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഈ ഒരു മൈക്ക് കണക്ട് ആയിട്ട് അപ്പോൾ എത്രത്തോളം സൗണ്ട് ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാൻ പറ്റും. അതായത് നമ്മൾ നേരത്തെ സാധാരണ മൊബൈലിൽ റെക്കോർഡ് ചെയ്തതും ഇതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ റൂമിൽ ഫാൻ ഇട്ടുണ്ട്. പിന്നെ വേറെ കുറച്ച് ചെറിയ നോയ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ എത്രത്തോളം നോയ്സ് ക്യാൻസലേഷൻ ഉണ്ടെന്നും അതേപോലെ തന്നെ സൗണ്ടിന് എത്രത്തോളം ക്വാളിറ്റി കിട്ടുന്നുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ റൂമിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ പുറത്ത് പോയിട്ട് ഔട്ട്ഡോർ പോയിട്ട് ജസ്റ്റ് കുറച്ച് വീഡിയോകളും അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നമ്മുടെ മൈക്കിൻ്റെ സൗണ്ട് ക്വാളിറ്റി ജസ്റ്റ് റൂമിൻ്റെ പുറത്ത് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് കാറ്റും കുറച്ച് സംഭവങ്ങളൊക്കെ സൗണ്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ എത്രത്തോളം വോയിസിൻ്റെ സൗണ്ട് ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതേപോലെ തന്നെ നോയ്സ് ക്യാൻസലേഷൻ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ കുറച്ച് ദൂരെ പോയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ദൂരെ പോയിട്ട് ഒന്ന് സംസാരിച്ച് നോക്കാം. അപ്പോൾ എത്രത്തോളം ക്ലാരിറ്റിയിൽ വല്ല വ്യത്യാസം ഉണ്ടോന്നൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ദൂരെയാണ്, അതായത് ക്യാമറയിൽ നിന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു മൈക്ക് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ദൂരം കൂടുമ്പോൾ സൗണ്ട് ക്വാളിറ്റി വല്ല വ്യത്യാസം ഉണ്ടോ അല്ലെങ്കിൽ നേരത്തെ പോലെ സെയിം സൗണ്ട് ക്വാളിറ്റി കിട്ടുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നടന്നുകൊണ്ടൊന്ന് സംസാരിച്ച് നോക്കാം. അപ്പോൾ ഞാൻ നടന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ എങ്ങനെയുണ്ട് സൗണ്ട് ക്വാളിറ്റി നിങ്ങൾക്ക് ഇപ്പോൾ കേട്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ സൗണ്ട് നടക്കുമ്പോൾ വല്ല വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ ഏകദേശം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എത്രത്തോളം ഉള്ളത് നമ്മൾ ഈ ഒരു മൈക്കിൻ്റെ ചെറിയ സൗണ്ട് ക്വാളിറ്റി ടെസ്റ്റും പിന്നെ ചെറിയൊരു അൺബോക്സിങ്ങും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അത് നോട്ടിഫിക്കേഷൻ പിന്നെ അങ്ങനെ സംശയങ്ങളായി താഴെ കമന്റ് ബോക്സിൽ കമന്റ് രേഖപ്പെടുത്തുക. അപ്പോൾ അടിപൊളിയാണ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.